പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ണാടി തടാകം എന്ന കഥ കേട്ടിരിക്കും. ഒരു മലയുടെ മുകളിൽ ഒരു പുരാതന തടാകമുണ്ടായിരുന്നു. അതിലെ വെള്ളം കണ്ണാടി പോലെ തെളിഞ്ഞതായിരുന്നു. ആ തടാകത്തിൽ നോക്കുന്നവർക്ക് സ്വന്തം മുഖമല്ല, സ്വന്തം മനസ്സാണ് കാണാൻ കഴിയുന്നതെന്ന് ആളുകൾ വിശ്വസിച്ചു. ഒരു ദിവസം 4 പേർ അവിടെ എത്തി. ആദ്യത്തെയാൾ സമ്പന്നനായിരുന്നു. തടാകത്തിൽ നോക്കിയപ്പോൾ പൊന്നും കൊട്ടാരങ്ങളും കണ്ടു. അവൻ സന്തോഷിച്ചു. ഞാൻ വിജയിച്ചവനാണ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെയാൾ അധികാരിയായിരുന്നു. തടാകത്തിൽ നോക്കിയപ്പോൾ ആയിരങ്ങൾ തനിക്ക് മുന്നിൽ തലകുനിക്കുന്നതായി കണ്ടു. അവൻ പറഞ്ഞു, ഞാനാണ് മഹാൻ. മൂന്നാമത്തെയാൾ ദുഃഖിതനായിരുന്നു. തടാകത്തിൽ നോക്കിയപ്പോൾ ഇരുട്ടും ഏകാന്തതയും മാത്രം കണ്ടു. അവൻ കരഞ്ഞു, ജീവിതം ശൂന്യമാണ്. അല്പസമയത്തിന് ശേഷം ഒരു വയോധികനായ സന്യാസി അവിടേക്ക് വന്നു. അദ്ദേഹം തടാകക്കരയിൽ ഇരുന്നു. എന്നാൽ അദ്ദേഹം വെള്ളത്തിലേക്ക് നോക്കിയില്ല. ശാന്തമായി കണ്ണടച്ചിരുന്നു. അത് കണ്ട ഒരു കുട്ടി ചോദിച്ചു, അച്ഛാ, എല്ലാവരും തടാകത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നോക്കുന്നില്ല? സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തടാകം കള്ളം പറയുന്നില്ല. പക്ഷേ അത് കാണിക്കുന്നത് നിന്റെ മനസ്സിന്റെ പ്രതിബിംബമാണ്, നിന്റെ യഥാർത്ഥ സ്വരൂപമല്ല. കുട്ടി വീണ്ടും ചോദിച്ചു, അപ്പോൾ യഥാർത്ഥ സ്വരൂപം എവിടെയാണ്? സന്യാസി തടാകത്തിലെ വെള്ളത്തിൽ ഒരു ചെറിയ കല്ലെടുത്തിട്ടു. ഓളങ്ങൾ ഉയർന്നു. പ്രതിബിംബങ്ങൾ എല്ലാം അപ്രത്യക്ഷമായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓളങ്ങൾ ശമിച്ചാൽ തടാകം തെളിയും. ചിന്തകൾ ശമിച്ചാൽ ആത്മാവ് സ്വയം വെളിപ്പെടും. അത് പുറത്തുനിന്ന് നേടേണ്ട ഒന്നല്ല, എന്നും ഉണ്ടായിരുന്നതാണ്. കുട്ടി നിശബ്ദനായി. സന്യാസി അവസാനം പറഞ്ഞു, മനുഷ്യർ ജീവിതം മുഴുവൻ തടാകത്തിലെ പ്രതിബിംബങ്ങളെ തിരുത്താൻ ശ്രമിക്കുന്നു. ജ്ഞാനിയായ വ്യക്തി തടാകം ശാന്തമാകാൻ അനുവദിക്കുന്നു. കഥയുടെ ആത്മീയ സന്ദേശം ഇതാണ്. മനസ്സ് ഒരു തടാകം പോലെയാണ്. ചിന്തകളും വികാരങ്ങളും അതിലെ ഓളങ്ങളാണ്. അഹങ്കാരം പ്രതിബിംബത്തെ യഥാർത്ഥം എന്ന് തെറ്റിദ്ധരിക്കുന്നു. ആത്മജ്ഞാനം പുതിയതായി ഒന്നും നേടുന്നതല്ല. മനസ്സിന്റെ കലക്കം ശമിക്കുമ്പോൾ എപ്പോഴും ഉണ്ടായിരുന്ന സത്യം തിരിച്ചറിയുന്നതാണ്. യഥാർത്ഥ സമാധാനം പുറം ലോകം മാറ്റുന്നതിലല്ല, ഉള്ളിലെ ശാന്തത കണ്ടെത്തുന്നതിലാണ്. നന്ദി.